നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഒരു വില്ല പ്രോജക്റ്റ് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. നിങ്ങൾ ഈ പേര് കാണുന്ന പോലെ അർബൻ സെറനിറ്റി വില്ലാസ് എന്നാണ് ഈ ഒരു വില്ല പ്രോജക്റ്റിൻ്റെ പേര്. ഫൈൻ ഡേ ഹോംസ് എന്ന ഡെവലപ്പേഴ്സാണ് ഇതിപ്പോൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ കൊച്ചി നഗരത്തിൻ്റെ നഗരമധ്യത്തിൽ എന്ന് തന്നെ പറയുന്ന രീതിയിൽ ചേരാനെല്ലൂരാണ് ഈ ഒരു വില്ല പ്രോജക്റ്റ് പണി തുടങ്ങിയിരിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇതിൻ്റെ തലപ്പത്തുള്ളവർ എന്നോട് പറഞ്ഞൊരു വാചകമാണ് ഞാൻ ഇപ്പോൾ ആലോചിക്കുന്നത്. അതായത് കൊച്ചിയിൽ ഇതിലും മികച്ച ഒരു വില്ല നിങ്ങൾക്ക് കിട്ടാനുണ്ടാവില്ല ഇതിൻ്റെ പണി തീരുമ്പോൾ. അത്രയധികം പ്രീമിയംനെസ് ഉള്ള ഒരു വില്ലയായിരിക്കും. തന്നെയുമല്ല 1.83 ഏക്കറിൽ ആകെ 20 വില്ലകൾ മാത്രമാണ് ഉണ്ടാവുക. ഇവിടുത്തെ ഒരു ആംബിയൻസും വളരെ രസകരമാണ്. അതായത് മുട്ടാർ പുഴയുടെ സൈഡിലാണ് ഈ ഒരു പ്രോജക്റ്റ്. അങ്ങനെ പ്രകൃതി രമണീയമായ സ്ഥലമാണെന്ന് മാത്രമല്ല, ഏറ്റവും പ്രിയമായിട്ടുള്ള ഏറ്റവും ഭംഗിയുള്ള വില്ലകൾ കൂടിയാണ് ഇവിടെ വരാൻ പോകുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളെപ്പറ്റി ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടി നമ്മുടെ ഇപ്പോൾ ഉള്ളത് ഈ ഒരു പ്രോജക്റ്റിൻ്റെ മാർക്കറ്റിംഗ് ഡയറക്ടറായ ഷിൻഡോ സെബാസ്റ്റ്യനാണ്. നമസ്കാരം ഷിൻഡോ. നമസ്കാരം. ഞാൻ ഈ പറഞ്ഞതൊക്കെ ശരിയല്ലേ? തീർച്ചയായിട്ടും. ഈ പറഞ്ഞ ഞാനിതിൻ്റെ ഈ ഒരു വിഷ്വൽ ഉണ്ടല്ലോ, അതായത് 3D വിഷ്വൽ, വരാൻ പോകുന്ന വില്ലകളുടെ 3D വിഷ്വൽ കണ്ടപ്പോൾ എനിക്ക് വളരെയധികം കണ്ടത് മനസ്സിന് സന്തോഷം തോന്നുന്ന രീതിയിലുള്ള ഒരു ആർക്കിടെക്ചർ രീതിയും അതുപോലെ തന്നെ നിർമ്മാണ രീതിയും ഒക്കെയാണ് തോന്നിയത്. അതുപോലെ തന്നെ ഈ ഒരു പുഴയുടെ ഒരു സാന്നിധ്യം എന്ന് പറയുന്നത് ഈ പ്രോജക്റ്റിന് തീർച്ചയായിട്ടും അല്ലേ ഒരു അനുഗ്രഹം എന്ന് പറയാം. ഫ്രണ്ടായിട്ടുള്ള ഒരു പ്രോജക്റ്റ് ഇപ്പം വേറെ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. എല്ലാ പ്രോജക്റ്റ് ഒരു പ്രീമിയം പ്രോജക്റ്റായിട്ട് ഇല്ല. പിന്നെ ഇതിൻ്റെ ഞങ്ങൾ എടുത്തു പറയുന്നതെന്ന് വെച്ചാൽ ലുലു മോളിൽ നിന്ന് ജസ്റ്റ് ഒരു 3 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഡിസ്റ്റൻസ്. പിന്നെ ഇപ്പോൾ ഈ വന്ന വഴിയാണെങ്കിൽ നമ്മുടെ NH-66 നിന്ന് ഒരു 180 മീറ്റർ. പിന്നെ വലിയൊരു ട്രാഫിക്കുള്ള റോഡല്ല, ഒരു IVF ട്രീറ്റ്മെൻറ്റ് ഹോസ്പിറ്റലും. അതാണ് നിങ്ങൾ കാണുന്നത് സൈമർ എന്ന് പറയുന്ന ഹോസ്പിറ്റലിൻ്റെ നേരെ മുന്നിലാണ് ഈ പ്രോജക്റ്റ്. പിന്നെ ഒരു 20 ഫാമിലീസ്. മെയിൻ റോഡിൽ നിന്ന് നിങ്ങൾ തിരിഞ്ഞാൽ 20 ഫാമിലീസ്, 20 വീടുകൾ കഴിഞ്ഞാൽ നമ്മളിവിടെ എത്തുന്നു. പിന്നെ ഡെഡ് എൻഡ് ആണ്, ഇവിടെ വേറെ റോഡ് അങ്ങോട്ട് കണക്ട് ഇല്ല. അപ്പോൾ തന്നെ ട്രാഫിക്കോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. നല്ലൊരു പിന്നെ 150 മീറ്റർ മാത്രം ഡിസ്റ്റൻസ് ഉള്ളൂ ഹൈവേ. അതാണ് ഒരു എടുത്ത് പറയുന്നത്. ഇപ്പോൾ ഈ ചേരാനല്ലൂർ ഇപ്പം റോഡ് വികസിച്ച് വരികയാണ്. ഏറ്റവും വലിയൊരു ഹൈവേ ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഹൈവേ സൈഡിൽ നിന്നും വേറെ 150 മീറ്റർ ഉള്ളിലേക്കാണ് ഇപ്പോൾ ഇവിടെ പണി. ഇപ്പോൾ ഈ ഒരു ഇവിടുത്തെ ഗേറ്റും ഇതൊക്കെ കണ്ടു നിങ്ങളായിരിക്കും പണിയൊക്കെ കഴിഞ്ഞില്ല, പണി കഴിഞ്ഞിട്ടില്ല. 2 വർഷത്തിനുള്ളിലാണ് ഇവിടുത്തെ പൂർണ്ണമായിട്ടും പണികളൊക്കെ കഴിയാൻ പോകുന്നത്. പക്ഷേ നമുക്ക് ഇവിടെ ഇപ്പോൾ വരാൻ പോകുന്ന വില്ലകളെ പറ്റിയും അതിൻ്റെ അമ്യൂണിറ്റീസ് അത്തരം കാര്യങ്ങളെ പറ്റിയൊക്കെയാണ് ചോദിച്ച് ഷിൻഡോയോട് മനസ്സിലാക്കാനുള്ളത്. നമുക്ക് നടന്നാലോ? നമ്മുടെ രീതി നടക്കലാണ്. ഈ കാണുന്ന പോലെ 20 പ്ലോട്ടുകൾ മാത്രം അല്ലേ? ഈ 1.83 ഏക്കറിൽ ആകെ 20 വില്ലകൾ മാത്രം അല്ലേ? 20 പ്ലോട്ടുകൾ. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മുടെ റോഡ് 9 മീറ്റർ വൈഡ് റോഡാണ്, ഇന്റേണൽ റോഡ് വരുന്നത്. 20 പ്രീമിയം വില്ലയ്ക്ക് വേണ്ടി നമ്മളൊരു 4200 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു ക്ലബ് ഹൗസ് 20 ഫാമിലിക്ക് വേണ്ടി മാത്രം, നല്ല വേൾഡ് ക്ലാസ് അമ്യൂണിറ്റിയോടുകൂടി ഒരു ക്ലബ് ഹൗസ് നമ്മൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൺസ്ട്രക്ഷനൊക്കെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ഇതിൻ്റെ ഈ ഫൈൻ ഡേ ഹോംസ് എന്ന് പറയുന്നത് നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുകയായിരിക്കും. കാരണം ചിലപ്പോൾ പുതുതായിട്ട് രൂപീകരിച്ചിട്ട് കമ്പനിയാണ്. പക്ഷേ ഇതിൻ്റെ തലപ്പത്തുള്ളവർ, അതായത് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരെല്ലാവരും തന്നെ ഈ ഒരു രംഗത്ത് ഇഷ്ടംപോലെ വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉണ്ട് അല്ലേ? ഫൈൻ ഡേ ഹോംസിൻ്റെ ചെയർമാൻ ആണെങ്കിലും 35 വർഷത്തിലും 35ഓളം വില്ല പ്രോജക്ട്സ് കംപ്ലീറ്റ് ചെയ്ത ആളാണ്. പക്ഷേ ഈ ഒരു പേരിലല്ല എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അതിൻ്റെ പ്രോജക്റ്റിൻ്റെ ഹെഡാണെങ്കിലും ഇവിടുത്തെ ഏറ്റവും പ്രശസ്തമായ ഒരു ബിൽഡറിൻ്റെ കൂടെ എത്രയോ വർഷങ്ങളോളം സീനിയർ വൈസ് പ്രസിഡൻ്റായിട്ട് ജോലി ചെയ്ത ആളാണ്. ആർക്കിടെക്റ്റ് ആണെങ്കിൽ കേരളത്തിലെ ഏറ്റവും മികച്ച ആർക്കിടെക്റ്റാണ്. അങ്ങനെ എല്ലാ രംഗത്തെയും പ്രഗത്ഭർ ഒരുമിച്ചാണ് ഈ ഫൈൻ ഡേ ഹോംസിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു വിഷൻ തീർച്ചയായിട്ടും ഇതിൽ കാണാനുണ്ടല്ലേ? ഇതിൻ്റെ ഡിസൈൻ മുതൽ ആർക്കിടെക്റ്റിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഡിസൈൻ മുതലേ ഞങ്ങൾ ഒരു നല്ലൊരു എക്സ്പെരിമെൻറ്റ് നടത്തിയതിന് ശേഷം, റിസർച്ച് നടത്തിയതിന് ശേഷമാണ് ഇതിൻ്റെ ഡിസൈനിലേക്ക് വന്നതും. ഈ ഒരു പ്രോജക്റ്റിനെ കുറിച്ച് എങ്ങനെയുള്ള പ്രോജക്റ്റ് ആയിരിക്കണം എന്നുള്ളത് നല്ലൊരു കാഴ്ചപ്പാടുകൂടി തന്നെ കൊണ്ടുവന്ന പ്രോജക്റ്റ്. എന്താണ് ആ ഒരു കാഴ്ചപ്പാട്? എന്തായിരുന്നു ഇതിന് ഞങ്ങൾ ഈ ഒരു പ്രോജക്റ്റിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഹൈ റൈസ് അപ്പാർട്ട്മെൻറ്റ് അങ്ങനെയൊക്കെ കൊണ്ടുവരായിരുന്നു. പക്ഷേ നമ്മളത് കോമ്പറ്റീഷൻ ഇല്ലാത്ത, അല്ലെങ്കിൽ മാർക്കറ്റിൽ എന്താണോ ആവശ്യം അങ്ങനെ ഒരു പ്രൊഡക്റ്റ് കൊണ്ടുവരിക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. അപ്പോൾ അതിനുവേണ്ടി ശരിക്കും പറഞ്ഞാൽ മാർക്കറ്റ് സ്റ്റഡി നടത്തി കഴിഞ്ഞപ്പം ഡിസൈൻ്റെ ഓരോ ചെറിയ പാർട്ടിൽ പോലും നമ്മൾ അത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡിസൈൻ കണ്ടു കഴിഞ്ഞാൽ അറിയാം. പ്രത്യേകിച്ച് കസ്റ്റമർ വന്നു കഴിയുമ്പോൾ എല്ലാവർക്കും ഡിസൈനും സംഭവങ്ങളും എല്ലാം നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വളരെ മോഡേണായ ഡിസൈനാണ്. പിന്നെ നമ്മൾ ഈ കാർ പാർക്കിംഗ് ഒക്കെ ആണെങ്കിൽ ഞാനത് ചോദിക്കാം. ഞാൻ അന്ന് ഇന്ന് 3D കണ്ടപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ അമ്പരപ്പിച്ച കാര്യം വെച്ചാൽ, ഇപ്പോൾ എന്നെപ്പോലുള്ളവരൊക്കെ എപ്പോഴും ശ്രദ്ധിക്കുന്നത് കൂടുതൽ കാർ പാർക്കിംഗ് എന്നുള്ളത്. കാരണം നമ്മളിൽ എപ്പോഴും കൂടുതൽ വണ്ടികൾ വരാറുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇത് എനിക്ക് തോന്നുന്നത് കേരളത്തിൽ നല്ല ഇന്ത്യയിൽ പോലും 6 കാർ തൊട്ട് 8 കാർ വരെ പാർക്ക് ചെയ്യാവുന്ന ഓരോ വില്ലയിലും അല്ലേ? അതെന്താണ് അങ്ങനെ കൺസീവ് ചെയ്തത്? ഞങ്ങൾ ഇതിന് ഈ പ്രൊജക്റ്റിന് ഡിസൈൻ വന്നപ്പം തന്നെ നമ്മൾ ആലോചിച്ചൊരു കാര്യം, ഈ കാറ്റഗറി ഒരു കസ്റ്റമർ വരുമ്പം എന്ത് വന്നാലും അവർക്ക് 3-4 വെഹിക്കിൾ കാണും. അപ്പോൾ ആൾക്കാരെന്ന് വെച്ചാൽ പല വലിയ വലിയ പ്രോജക്റ്റുകൾ എടുക്കുമ്പോഴും അവർ ഈ കോംപ്രമൈസ് ചെയ്യും. കാരണം 1-2 വണ്ടിയിലേക്ക് മാറും. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ആലോചിച്ചത്
ഈ ഒരു കാറ്റഗറി കസ്റ്റമറിന് 4-5 വെഹിക്കിൾ കാണും. അപ്പോൾ അതെങ്ങനെ അക്കോമഡേറ്റ് ചെയ്യാൻ നോക്കി. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഞങ്ങൾ ഗ്രൗണ്ട് ഫ്ലോറിനെ മുഴുവൻ പാർക്കിംഗ് ആക്കി. എന്നിട്ട് അതിന് ഒരു ഫീലിംഗ് കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ റോഡിൻ്റെ ഹൈറ്റ് കൂട്ടി. അപ്പം ബേസ്മെൻ്റ് എന്നുള്ളൊരു ഫീലിംഗ് ഫ്രണ്ടിൽ നോക്കിയാൽ തോന്നും, പക്ഷേ ബാക്കിയുള്ള 3 സൈഡും ഓപ്പൺ ആയിട്ടുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പം ആൾക്കാർക്ക് ബാക്ക് ടു ബാക്ക് ആയിട്ടും അല്ലാതെയും 4 കാർ പാർക്കിങ്ങും പിന്നെ ബാക്ക് ടു ബാക്ക് ആയിട്ടും 8 കാർ പാർക്കിംഗ് വരെ ചെയ്യാമെന്നുള്ള രീതിയിൽ നമ്മളത് അതൊരു ഭയങ്കര സംഭവം തന്നെ കേട്ടോ. അത് ആ ഡിസൈനിൻ്റെ രീതിയുടെ ഒരു പ്രത്യേകതയായിട്ട് തോന്നുന്നു അല്ലേ. അപ്പോൾ എത്ര ഇതിൻ്റെ സ്ക്വയർ ഫീറ്റ് ഒക്കെ എത്രയാണ് വില്ലകളുടെ? ഇത് നമുക്ക് 3900 സ്ക്വയർ ഫീറ്റ്, 5300, 5800 അങ്ങനെ എല്ലാം ഒരു പ്രീമിയം കാറ്റഗറിയാണ്. എല്ലാം 4 ബെഡ്റൂമാണ്. ഈവൻ 3900 വരുന്നത് 4 ബെഡ്റൂമാണ്. എല്ലാം 4 ബെഡ്റൂമാണ്. അപ്പം 4 ബെഡ്റൂം അതിൻ്റെ ഒരു എല്ലാം അറ്റാച്ച്ഡ് ബാത്റൂമായിട്ട് ഡ്രോയിങ് ഡൈനിങ്ങും എല്ലാം നല്ല സ്പേഷ്യസ് ആയിട്ട് ചെയ്തിരിക്കുന്നു. ലിഫ്റ്റിൻ്റെ പ്രൊവിഷനുണ്ട്, സോളാറിൻ്റെ പ്രൊവിഷനുണ്ട്. അപ്പം എല്ലാ രീതിയിലും എല്ലാ കാര്യം എന്തൊക്കെ അക്കോമഡേറ്റ് ചെയ്യാവോ ആ കാര്യങ്ങളെല്ലാം അക്കോമഡേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതായത് ഐഡന്റിക്കൽ ആയിട്ടുള്ള വില്ലകളാണല്ലോ എല്ലാം. അതിൽ നമുക്ക് കസ്റ്റമൈസേഷൻ പറ്റും. എനിക്ക് 3 ബെഡ്റൂം മതി, അല്ലെങ്കിൽ എനിക്ക് 5 ബെഡ്റൂം വേണം, അങ്ങനെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും ഇൻഡിവിജ്വൽ വില്ലാസ് ആയതുകൊണ്ട് നമുക്ക് കസ്റ്റമൈസേഷൻ നമ്മൾ ഇത് ചെയ്യുന്നുണ്ട്, എൻ്റർടൈൻ ചെയ്യുന്നുണ്ട്. കാരണം ഈ ഒരു കാറ്റഗറി കസ്റ്റമർ വരുമ്പോൾ എന്ത് തന്നാലും അവർക്കൊരു ആഗ്രഹം കാണില്ല അവരുടെ വീട് എങ്ങനെയായിരിക്കണമല്ലോ. അപ്പോൾ ആ രീതിയിലുള്ള നമ്മുടെ ആർക്കിടെക്റ്റുമായിട്ടൊക്കെ സംസാരിച്ചിട്ട് നമുക്ക് ഡിസൈന് ചെറിയ രീതിയിൽ എലിവേഷനെ ടച്ച് ചെയ്യാത്ത രീതിയിൽ ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് കസ്റ്റമൈസേഷനൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ അമ്യൂണിറ്റീസിനെ പറ്റി പറഞ്ഞല്ലോ, ക്ലബ് ഹൗസ് ആണ് നമ്മൾ പറഞ്ഞത്. അതല്ല എന്തൊക്കെയാണ് അമ്യൂണിറ്റീസ് നമുക്ക് പറയുന്നത്? ഇത് നമുക്ക് അമ്യൂണിറ്റീസ് ആയിട്ട് നമുക്ക് മുട്ടാർ റിവറിനോട് ചേർന്നിട്ടുള്ളൊരു ഏരിയ നമ്മളൊരു 18 സെൻറ്റ് നമ്മൾ അമ്യൂണിറ്റീസിന് വേണ്ടി കൊടുത്തു. അതിനകത്തൊരു ഹാഫ് ബാസ്കറ്റ് ബോൾ കോർട്ടുണ്ട്, ഒരു ബാഡ്മിൻ്റൺ കോർട്ടുണ്ട്, ചിൽഡ്രൻസ് പ്ലേ ഏരിയ നല്ലൊരു ഇതുണ്ട്, പിന്നെ ഒരു ചെറിയ ആംബി തിയേറ്റർ പോലെ ഒരു സ്പേസ് ഉണ്ട്. കാരണം ഇവിടെ താമസിക്കുന്ന എല്ലാവർക്കും ആ മുട്ടാർ റിവറിൻ്റെ ഒരു ആംബിയൻസ് ഫീൽ കിട്ടണം. അപ്പോൾ ആ ഒരു രീതിയിൽ ആ ഏരിയ മുഴുവൻ നമ്മൾ അങ്ങനെ കവർ ചെയ്തു. കൂടാതെ ഒരു 6 സെൻറ്റ് അഡീഷണൽ നമ്മൾ ക്ലബ് ഹൗസിന് വേണ്ടിയും കൊടുത്തു. അങ്ങനെ ടോട്ടൽ 24 സെൻറ്റ് നമ്മൾ അമ്യൂണിറ്റീസിന് വേണ്ടി മാറ്റി വെച്ചു. ടോട്ടൽ നോക്കിക്കഴിഞ്ഞാൽ 36% ഓപ്പൺ സ്പേസ് ആയിട്ട് നമ്മൾ ഈ പ്രോജക്റ്റിൽ കൊടുത്തു. ശരിക്കും പറഞ്ഞാൽ ഇത്രയും സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ ഒരു കുറേ അപ്പാർട്ട്മെൻറ്റ്സ് പണിയാലാണ് എല്ലാവരും ചെയ്യാൻ അല്ല സാധ്യതയുള്ളത്. പക്ഷേ ഇതങ്ങനെയല്ല ചെയ്തിരിക്കുന്നത്. വളരെ ടേസ്റ്റ്ഫുള്ളിയാണ് എല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വേറെ എന്തൊക്കെയാണ് നമുക്ക് പ്രത്യേകത പറയുന്നത്? എനിക്ക് തോന്നുന്നു ഇവിടെ ഏറ്റവും കൂടുതൽ താമസിക്കാൻ സാധ്യതയുള്ള ഡോക്ടേഴ്സാണെന്ന് തോന്നുന്നു. കാരണം എറണാകുളത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഹോസ്പിറ്റൽസ് എല്ലാം ഇവിടുന്ന് അടുത്താണ്, വളരെ അടുത്ത്, എല്ലാവരും 5 കിലോമീറ്റർ ഡിസ്റ്റൻസിനകത്ത് വരുന്നുണ്ട്. അമൃത, പിന്നെ അമൃത, ആസ്റ്റർ, പിന്നെ ഇപ്പം നമ്മുടെ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്നുണ്ട്. സായിമർ മുന്നിൽ തന്നെ ഉണ്ട്. ഇപ്പോൾ ഇവിടെ ബുക്കിംഗ് എടുത്തു തുടങ്ങിയോ നമ്മൾ? ബുക്കിംഗ് എടുത്തു. ഇപ്പം നമുക്കൊരു 8 ബുക്കിംഗ് 20 വില്ലയിൽ ഒരു 8 എണ്ണം ഓൾറെഡി സോൾഡ് ഔട്ട് ആയി. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഡോക്ടേഴ്സ് ഉണ്ടോ? അതിൽ ഡോക്ടേഴ്സ് ഉണ്ട്. എല്ലാം നല്ല വെൽ നോൺ ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഉണ്ട്, ബിസിനസ് ആൾക്കാരുണ്ട്, നല്ല പൊസിഷനിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, എല്ലാം നല്ല ഒരു കാറ്റഗറി കസ്റ്റമേഴ്സാണ്. എല്ലാവരും ഇതിൻ്റെ ഒരു പ്ലസ് പോയിന്റ് ഞങ്ങൾ പറയുന്നത് എല്ലാവരും താമസിക്കാൻ വേണ്ടി തന്നെയാണെന്നുള്ളത്. ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനിലൊന്നും അല്ല, താമസിക്കാൻ വേണ്ടി തന്നെയാണ് എടുത്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഒരു പ്രോക്സിമിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്ത് പറഞ്ഞേ പറ്റുള്ളൂ. കാരണം ഇവിടുന്ന് എങ്ങോട്ട് പോകാൻ, ഇവിടുന്ന് അല്പം മുന്നിലേക്ക് പോയി റൈറ്റിലേക്ക് കഴിഞ്ഞാൽ കളമശ്ശേരി വഴി തൃശ്ശൂർ ഭാഗത്തേക്ക് പോകാം. ഇവിടുന്ന് നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് കോഴിക്കോട്ടേക്ക് കുന്നംകുളം വഴിയൊക്കെ പോകാം. അതുപോലെ ലെഫ്റ്റിലേക്ക് കഴിഞ്ഞ് കുറച്ച് പോയാൽ ലുലു മാളായി അല്ലേ, എവിടത്തേക്കും പ്രോക്സിമിറ്റി. എന്നാൽ എവിടെയും പോകണമെങ്കിൽ ഒതുങ്ങി ഇവിടെ ഇരിക്കാനും പറ്റും അല്ലേ. റോഡിൻ്റെ ഇപ്പോൾ ഹൈവേ ആണെങ്കിലും ഇത്രയും ഡിസ്റ്റൻസ് ഉള്ള ഹൈവേയുടെ ആയിട്ടുള്ള ഒരു ഡിസ്റ്റർബൻസ് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. നല്ലൊരു ആംബിയൻസ് ആണെങ്കിലും ഫുൾ ഗ്രീനറി ആണല്ലോ. അതുപോലെ നമ്മളിപ്പോൾ ഈ കൺസ്ട്രക്ഷനിൽ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ ഇപ്പം മറ്റേ നമ്മുടെ സാനിറ്ററി വെയർസ് അങ്ങനെയുള്ളതൊക്കെ ഏത് തരത്തിലുള്ളത്? കൺസ്ട്രക്ഷൻ്റെ ഡീറ്റെയിൽസ് പറയാനായിട്ട് ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഹാഷിമുണ്ട് ഇവിടെ. അപ്പോൾ ഹാഷിമിനെയാണെന്ന് അദ്ദേഹം അല്ലേ നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ബിൽഡേഴ്സിൻ്റെ കൂടെ വർഷങ്ങളോളം നമ്മുടെ അബ്ദുക്കയാണ്, ഡോക്ടർ അബ്ദു ഇടശ്ശേരി എന്ന് പറഞ്ഞ് ഒരു 35ഓളം വർഷമായിട്ട് റിയൽ എസ്റ്റേറ്റ് പുറത്തും അകത്തും എല്ലാ എക്സ്പീരിയൻസ് ഉള്ള, ഇന്ത്യയിലും എല്ലാ എക്സ്പീരിയൻസ് ഉള്ളതാണ്. അപ്പം അബ്ദുക്കായി എത്തിയിട്ടുണ്ട്. അപ്പോൾ അബ്ദുക്കായിട്ട് കൺസ്ട്രക്ഷൻ്റെ കൂടുതൽ റിലേറ്റ് ആയിട്ട് സംസാരിക്കാം. താങ്ക് യു.
അർബൻ സെറനിറ്റി വില്ലയുടെ കുറച്ച് വിഷ്വലുകൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. എങ്കിലും ഇതിൻ്റെ ഒരു വലിയ പോസ്റ്റർ ഇവിടെ വെച്ചിരിക്കുന്നതിന് മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. ഫൈൻഡ് എ ഹോംസ്, അർബൻ സെറനിറ്റി വില്ലാസ് തുടങ്ങിയൊക്കെ എഴുതിയിരിക്കുന്നത് കാണാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ ഒരു പ്രോജക്റ്റിൻ്റെ ഫൈൻഡ് എ ഹോമിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായ ഹാഷിമിനോടാണ്. നമസ്കാരം ഹാഷിം. താങ്ക് യു. അപ്പം ഒരു ഘട്ടം വരെ ഞങ്ങൾ സംസാരിച്ച് നിർത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് പറയേണ്ടത് ഈ പറഞ്ഞ പോലെ എല്ലാവരും ചോദിക്കുന്നത് ഇപ്പോൾ വില്ല കാണാൻ ഭംഗിയുണ്ടാവും, എല്ലാ തരത്തിലും എന്താ പറയേണ്ടത്, ഡിസൈൻ വൈസൊക്കെ കൊള്ളായിരിക്കും. പക്ഷേ അതിനകത്ത് അതിനുള്ളിൽ ഉപയോഗിക്കുന്ന പല കാര്യങ്ങളുടെ ഒരു ക്വാളിറ്റി ഏത് തരത്തിലുള്ള നിലവാരത്തിലുള്ളതാണ്, അത്തരം കാര്യങ്ങളെപ്പറ്റി നമ്മളിത് ഒരു പ്രീമിയം പ്രൊജക്റ്റ് ആയതിൻ്റെ പേരിൽ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊഡക്ട്സ് ആണെങ്കിലും ഒക്കെ ടോപ്പ് റേഞ്ച് പ്രൊഡക്ട്സ് ആണ്. നമ്മളുടെ സാനിറ്ററി ഫിറ്റിങ്സ് ആണെങ്കിൽ വിൽറോയ് ആൻഡ് ബോഷ്, നമ്മളുടെ CP ഫിറ്റിങ്സ് ആണെങ്കിൽ ഹാൻസ് ഗ്രോഹെ, പിന്നെ നമ്മളുടെ അലൂമിനിയം ഫ്രെയിം വിൻഡോസ് ആണെങ്കിൽ ലിക്സെൽ, ടോസ്റ്റം, സെയിൻ ഗോബെയിൻ ഒക്കെ ടോപ്പ് ഓഫ് ദ റേഞ്ച് ബ്രാൻഡ്സാണ് ഞങ്ങൾ ഇതിൽ ഉപയോഗിക്കുന്നത്. ഈവൻ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് ആണെങ്കിലും ഫൈനസ്റ്റ് പ്രൊഡക്ട്സ്. സോ നമ്മൾ ഉദ്ദേശിക്കുന്ന നല്ല ബിൽഡ് ക്വാളിറ്റി, ഫൈനസ്റ്റ് പ്രൊഡക്റ്റ് നമ്മളുടെ എസ്റ്റീം കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ടൈൽസ് പോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുമോ? ടൈൽസ് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. നമ്മൾ വാട്ട് വി ആർ പ്രൊവൈഡിങ് നമ്മളൊരു നമ്മളുടെ ഒരു സ്പെസിഫിക്കേഷനിലുള്ള പ്രോഡക്റ്റ് നമ്മൾ സിംപിളോ പിന്നെ വുഡൻ ഡെക്കൊക്കെ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മേളിൽ എന്ത് വേണമെങ്കിലും കസ്റ്റമറിന് നമുക്ക് ഓപ്റ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട്. വുഡൻ ഡെക്കൊക്കെ കൊടുക്കുന്നുണ്ട്. വുഡൻ നമ്മളൊരു ലൈറ്റ് വെൽ ഏരിയ വരുന്നിടത്ത് നമ്മൾ വുഡൻ ഡെക്ക് കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഇപ്പോൾ അമ്യൂണിറ്റീസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ക്ലബ് ഹൗസിനെ പറ്റി പറഞ്ഞല്ലോ. എത്ര വലിയ സ്വിമ്മിംഗ് പൂളൊക്കെയാണ് നമുക്ക് ഒരു 10x4 മീറ്ററിൻ്റെ റൂഫ് ടോപ്പ് പൂളാണ്. 4200 സ്ക്വയർ ഫീറ്റിൻ്റെ റിവർ ഫേസിംഗ് ക്ലബ് ഹൗസ്. അതിൽ നമുക്ക് ജിമ്മാണെങ്കിലും റിവർ ഫേസിംഗ് ആണ്, അസോസിയേഷൻ റൂം, പിന്നെ പാർട്ടി ഹാൾ, പിന്നെ ഒരു അസോസിയേഷൻ ഓഫീസ് സ്പേസ്, ഇൻഡോർ ഗെയിംസ് ഏരിയ, ഇതൊക്കെ ഞങ്ങൾ അതിലും ഈ ക്ലബ് ഹൗസിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇപ്പോൾ പുഴയുടെ സൈഡിലേക്ക് പോകുന്നതോറും ഈ ആംബിയൻസ് കുറെ കൂടെ നന്നായി വരുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും പുഴയോട് ചേർന്നുള്ള വില്ലകൾക്കൊക്കെ കുറച്ച് വില കൂടുതലാണോ, അങ്ങനെയാണോ? അതെ, അവിടെ നമുക്ക് 3 ടൈപ്പ് വില്ലാസ് ആണ്. ടൈപ്പ് A, ടൈപ്പ് B, ടൈപ്പ് C എന്ന് പറഞ്ഞിട്ട്. ഇതിനകത്ത് പുഴ ഫേസ് ചെയ്യുന്ന വില്ലാസ് എന്ന് പറയുന്നതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സ്പേസ്. ലൈക്ക് 5800 സ്ക്വയർ ഫീറ്റിൻ്റെ വില്ലാസ് വരുന്നത് നമ്മുടെ റിവർ ഫേസിംഗ് യൂണിറ്റ്സ് ആണ്. പിന്നെ നമുക്ക് ഈവൻ B ടൈപ്പ് വില്ലാസിനും പാർഷ്യൽ വാട്ടർ വ്യൂ ഉണ്ട്. പക്ഷേ എന്നിരുന്നാലും എൻറ്റയർ പ്രോജക്റ്റ് നമ്മൾ കോമൺ ഏരിയയും ക്ലബ് ഹൗസും കൊടുത്തത് സോ ദാറ്റ് എവ്രിബഡി ക്യാൻ ആക്സസ് ദ റിവർ ഫേസിംഗ് ഏരിയ. ആ ഒരു ഉദ്ദേശത്തിലാണ് നമ്മൾ റിവർ ഫേസിംഗ് ആയിട്ട് ക്ലബ് ഹൗസ് തന്നെ. അപ്പം നമ്മളിപ്പോൾ ഇത്തിരി ബാക്കിലേക്ക് താമസിക്കുന്ന ആൾക്ക് പോലും ക്ലബ് ഹൗസ് എന്ന് പറയുന്നത് പുഴയുടെ സൈഡിലാണ്. അതുപോലെ ഇപ്പോഴത്തെ ഏറ്റവും പുതിയ വീടുകളിലെ വില്ലകളുടെയൊക്കെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ സെക്യൂരിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അത് ഇപ്പോൾ നമ്മൾ ഗേറ്റിൽ കാണുന്ന സെക്യൂരിറ്റി അല്ല ഉദ്ദേശിക്കുന്നത്, അല്ലാതെ ഡിജിറ്റൽ സെക്യൂരിറ്റി ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ പ്രൊവൈഡിങ്. നമുക്ക് സിംഗിൾ പോയിന്റ് എൻട്രി ആണ്. അപ്പോൾ അവിടെ വി വിൽ ഹാവ് ബൂം ബാരിയേഴ്സ്. പിന്നെ നമ്മൾ ത്രൂ ഔട്ട് സർവൈലൻസ് ക്യാമറാസ് കൊടുക്കും. കോമൺ ഏരിയാസിൽ സർവൈലൻസ് കൊടുക്കും. പിന്നെ 24 hour സെക്യൂരിറ്റി ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ കാണുന്ന പോലെ പണി നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ കംപ്ലീഷൻ എന്ന് പറയുന്നതൊക്കെ എനിക്ക് തോന്നുന്നു ഒരു 1.5 വർഷമെങ്കിലും എടുക്കുമെന്ന് തോന്നുന്നു അല്ലേ? നമുക്ക് 2 years ആണ് നമ്മുടെ പ്രൊജക്ട് കംപ്ലീഷൻ. ഒരു 2026 മാർച്ചോടുകൂടിയാണ് ഞങ്ങൾ കംപ്ലീഷൻ എക്സ്പെക്ട് ചെയ്യുന്നത്. നമ്മുടെ ബാക്കി ഫോർ ദ ഡെവലപ്മെന്റ് വിൽ ഹാപ്പൻ ഓൺ ഗോയിങ്. കോമൺ ഏരിയ ഡെവലപ്മെന്റ്, ക്ലബ് ഹൗസ്, എവറിത്തിങ് കൺസ്ട്രക്ഷൻ ഇസ് ഓൾറെഡി സ്റ്റാർട്ടഡ്. വില്ലാസ് ഞങ്ങൾ ഒരു 6 to 7 യൂണിറ്റ്സ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. Further, we are expecting it to finish by March 2026. എനിക്കൊന്ന് ഇറക്കി കൊടുത്തിരിക്കുന്ന ഒരു ഇതായിരിക്കും മാർച്ച്. പക്ഷേ പലപ്പോഴും അതിന് മുമ്പ് തന്നെ തീർക്കാറുണ്ട്. ഞങ്ങൾ എത്ര പെട്ടെന്ന് തീർക്കാം ഒരു കാഴ്ചപ്പാടാണ്. ഇവിടെ കണ്ടോ, ഇപ്പോൾ ഏറ്റവും മനോഹരമായ ഒരു ഭാഗം എന്ന് പറയുന്നത് ഈ പുഴയാണ്. ഇതൊട്ടും മലിനമാകാത്ത പുഴയാണല്ലോ അല്ലേ? നല്ല ഒഴുക്കുള്ളതാണ്. ഇത് മുട്ടാറിൻ്റെ കൈവരിയാണ്. അപ്പം അങ്ങനെ ഒരു പുഴയുടെ ഭംഗി ആസ്വദിക്കുകയും വേറെ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലാണ് ഈ ലാൻഡ് ഉള്ളത്. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ഡെഡ് എൻഡാണ് റോഡിൻ്റെ. ഇതിൻ്റെ അപ്പുറത്തേക്ക് ഇനി മറ്റൊന്നും വരാനില്ല അല്ലേ? പുഴ ബൗണ്ടറി വരുന്നു. പിന്നെ ഈ വരുന്ന വഴിക്ക് അവിടെ 10-20 വീടുകളും പിന്നെ ഈ ഒരു ഹോസ്പിറ്റലും, വേറൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഒരു കഞ്ചഷൻ എന്ന് പറയുന്നത് ഒരിക്കലും ഇവിടെ ഉണ്ടാകാൻ പോകുന്നില്ല. ഒരു തരത്തിലും റോഡിൻ്റെ കഞ്ചഷനും ഇല്ല, അതുപോലെ തന്നെ താമസക്കാരുടെ കഞ്ചഷൻ ഒന്നും വരാൻ പോകുന്നില്ല. വളരെ സ്വസ്ഥമായിട്ടും സുഖമായിട്ടും ജീവിക്കാവുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ നമുക്കിനി ഈ കൺസ്ട്രക്ഷൻ്റെ മറ്റു കാര്യങ്ങളെപ്പറ്റി ഹാഷിം തന്നെയാണോ എനിക്ക് പറഞ്ഞത്? അല്ല, കൺസ്ട്രക്ഷനെ കുറിച്ച് സംസാരിക്കാൻ ഡോക്ടർ അബ്ദുൾ റഷീദ് ഞങ്ങളുടെ പ്രോജക്ട് മാനേജ്മെന്റ് കൺസൾട്ടന്റ് ഉണ്ട്. സോ ഐ ക്യാൻ ഇൻട്രൊഡ്യൂസ് ഇറ്റ്. ഓക്കെ. അപ്പോൾ അടുത്ത ആളെ എന്നെ ഏൽപ്പിക്കുകയാണേ. ഓക്കെ.
അപ്പോൾ നമ്മൾ സംസാരിക്കുന്ന ഡോക്ടർ അബ്ദു എടശ്ശേരിയോടാണ്. അദ്ദേഹം ഈ എഞ്ചിനീയറിംഗ് രംഗത്ത് എത്ര വർഷമായി സാർ? മോർ ദാൻ 35 years. 35 years. കേരളത്തിൽ നിങ്ങൾ കാണുന്ന പല പ്രോജക്ട്സിൻ്റെയും പിന്നിൽ പ്രവർത്തിച്ച ആളാണ്. എഞ്ചിനീയറിംഗ് രംഗത്ത് വിദേശത്തുമൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹമാണ് ഈ ഒരു പ്രോജക്റ്റ് ഒന്ന് കൺസീവ് ചെയ്ത് അല്ലേ വരുന്നത്. അപ്പോൾ എന്തായിരുന്നു ഇപ്പോൾ ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു, എങ്കിലും ഇങ്ങനെ ഒരു 1.83 acres കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇവിടെ എന്തൊക്കെ ചെയ്യണമെന്ന് എങ്ങനെയാണ് തീരുമാനിക്കപ്പെട്ടത്? നമ്മളിതിൻ്റെ കോൺസെപ്റ്റ് ഡിസൈനിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ക്ലയൻറ്റിന് കുറച്ച് റിക്വയർമെൻറ്റ് ഉണ്ടായിരുന്നു. ക്ലയൻറ്റ് പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ഈ വീട് ഇത് വെറുതെ എസ്തെറ്റിക്കലി ഒരു വലിയൊരു ബൂമായിട്ടുള്ള ബിൽഡിംഗ് ആയതുകൊണ്ട് മാത്രം കാര്യമില്ല. ഇവിടെ താമസിക്കുന്നവർക്ക് അതിൻ്റെ ഫങ്ഷനാലിറ്റി ഓർമ്മ വരണം, ബുദ്ധിമുട്ട് ഉണ്ടാവണം. സെയിം ടൈം ഒരു സ്ക്വയർ ഇഞ്ച് സ്ഥലം പോലും വെറുതെ പോകരുത്. അപ്പോൾ അതായിരുന്നു ആർക്കിടെക്റ്റിന് കൺവേ ചെയ്തിട്ടുള്ളത്. ആർക്കിടെക്റ്റ് ഡിഡ് എ ഫാന്റാസ്റ്റിക് ജോബ്. ആ ഡിസൈൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ സ്ട്രെയിറ്റ് ലൈൻ എലമെൻറ്റ്സ്. ഒരു എലിവേഷൻ നിങ്ങൾക്ക് അത് കണ്ടാൽ തോന്നും ആ എലിവേഷനിൽ ഒരു അഡീഷണൽ ഫീച്ചേഴ്സും എല്ലാം നാച്ചുറലി ബിൽറ്റ് ചെയ്ത് വന്നേക്കുന്ന ഫീച്ചേഴ്സാണ്. സ്ട്രെയിറ്റ് ലൈൻ കൺസ്ട്രക്ഷനിലുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊരിക്കലും ഒരു ലീക്കേജ് ഉണ്ടാവില്ല. മെയിൻ്റനൻസ് ഫ്രീ ആണ് ഈ ബിൽഡിംഗ്. പിന്നെ ഇതിൻ്റെ റൂമിൻ്റെ അകത്ത് കൊടുത്തേക്കുന്ന വെന്റിലേഷൻസ് വളരെ ഭംഗിയായിട്ടുള്ള വെന്റിലേഷൻസാണ് കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് അത് കണ്ടാൽ ഗ്ലാസ് ഏരിയ കാര്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓറിയന്റേഷൻ ഓഫ് ദ ബിൽഡിംഗ് ഈസ് വെരി നൈസ്. ആൻഡ് നമ്മളിത് ചെയ്തു വന്നപ്പോൾ 2-3 കാര്യങ്ങളാണ് മനസ്സിൽ കണ്ടത്. ഒന്ന്, ഒരു വീട് ഒരാൾ വാങ്ങുക എന്ന് പറയുന്നത് അയാളുടെ ജീവിതത്തിൽ എനിക്ക് തോന്നുന്നു ഒരു 40 തൊട്ട് 50 വയസ്സ് വരെ പ്രായമാകുമ്പോൾ. ആൻഡ് ഹീ ഈസ് ബൈയിങ് ഫോർ എ ഹൗസ് നോട്ട് ഓൺലി ഫോർ ഹിം, ഫോർ ദ നെക്സ്റ്റ് ജനറേഷൻ. അപ്പോൾ എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ വാങ്ങുന്ന പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും അതിൽ വളരെ ശ്രദ്ധയായിരിക്കും. ഇറ്റ് ഈസ് ഓൾവേസ് അങ്ങനെ വരുള്ളൂ ആ പ്രോജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതേ രൂപത്തിൽ കൊടുക്കണമെന്ന് ഇതിൻ്റെ ഡയറക്ടർക്ക് വലിയ ആഗ്രഹമായിരുന്നു. എൻ്റെ നിന്ന് ഒരാളൊരു വീട് വാങ്ങിക്കഴിഞ്ഞാൽ അയാൾക്ക് റിഗ്രറ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ആ എല്ലാ കാര്യങ്ങളും നമ്മൾ പൂർണ്ണമായിട്ടും ചെയ്തിട്ടുണ്ട്. ക്വാളിറ്റിയിലാണെങ്കിൽ സെൻട്രൽ PWD സ്റ്റാൻഡേർഡ്സ് അതേമാതിരി നമ്മൾ ഫോളോ ചെയ്യണം. ഒരു വിട്ടുവീഴ്ചയും ചെയ്തിട്ടില്ല. മെറ്റീരിയൽസൊക്കെ വാങ്ങുമ്പോൾ ഇപ്പം ഞാൻ ഈ ബിൽഡേഴ്സ് ഇൻഡസ്ട്രിയിൽ കുറേ നാൾ വർക്ക് ചെയ്തേക്കുന്നുണ്ട്. എനിക്കറിയാം സാധാരണ ബിൽഡേഴ്സൊന്നും കൊടുക്കാൻ പേടിക്കുന്ന സാധനങ്ങളെല്ലാം ഈ ബിൽഡിങ്ങിൽ കൊടുത്തിട്ടുണ്ട്. ഉദാഹരണമായിട്ട് നമ്മൾ കൊടുക്കുന്ന ജനൽ, അലുമിനിയം വിൻഡോസ്, അത് ടോസ്റ്റം എന്ന് പറയുന്ന കമ്പനിയുടെ 9,000 per square feet വരുന്ന സാധനമാണ്. ഇറ്റ്സ് എ വെരി എക്സ്പെൻസീവ് വൺ. ഇതുവരെ ഒരു ബിൽഡറും അതിന് ധൈര്യപ്പെട്ടിട്ടില്ല. അപ്പോൾ അതുപോലുള്ള മെറ്റീരിയൽസാണ് ഇതിൽ നമ്മൾ കൊടുക്കുന്നത്. പിന്നെയാണെങ്കിലും ഇതിൻ്റെ ബിൽഡിങ്ങിനെ കുറിച്ച് കൂടുതൽ ഡിസൈൻ പാർട്ട് ഡെഫിനറ്റ്ലി ആർക്കിടെക്റ്റ് വിൽ സേ. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ അറൗണ്ട് ഒരു 2 years കൊണ്ട് എൻ്റയർ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഇറ്റ് വിൽ ഗോ മേ ബി അനദർ 6 months ഫോർ ദ എൻ്റയർ ഇൻഫ്രാസ്ട്രക്ചർ വർക്ക്സ്. അതുകൂടെ ഞാൻ ചോദിക്കാതിരിക്കുന്നത്, ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഒരു ലാൻഡ് എന്ന് പറയുന്നത് വളരെ ഭംഗിയുള്ളൊരു സ്ഥലത്താണ്. അപ്പോൾ ലാൻഡ്സ്കേപ്പ് എങ്ങനെയാണ് നമ്മൾ? Landscape we design, you can see from the elevations and the layout fantastically designed. That is architect himself personally take involvement in the design. And it comes out very well. ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ അറിയാൻ പറ്റും. ഇറ്റ്സ് എ ബ്രീത്തിങ് ഏരിയ. ഈ എവറി ഹൗസ് വിൽ ബ്രീത്ത് ഇറ്റ് സെൽഫ് ആൻഡ് ദ ഏരിയ ഇറ്റ് സെൽഫ് വിൽ ബ്രീത്ത് ഇറ്റ് സെൽഫ്. ദാറ്റ് ഡെഫിനറ്റ്ലി ദാറ്റ് വിൽ കോൺട്രിബ്യൂട്ട് ടു ദ ലൈഫ് സ്റ്റൈൽ ഓഫ് ദ ഇൻമേറ്റ്സ്. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ പോലെ നമുക്കിപ്പോൾ ഇതെല്ലാം കേട്ട് മനസ്സിലാക്കാം, 3D ഒക്കെ കാണാമെന്നുള്ളൂ. എങ്കിൽ പോലും നമുക്കിനി സംസാരിക്കേണ്ടത് എങ്ങനെയാണ് ഇത് കൺസീവ് ചെയ്യുന്നത് നമ്മുടെ ആർക്കിടെക്റ്റിനോടാണ്. ഞങ്ങൾ സംസാരിക്കേണ്ടത്. താങ്ക് യു സോ മച്ച് സാർ. താങ്ക് യു. ഇത് നമ്മൾ പരിചയപ്പെടുന്നത് വളരെ കാലമായിട്ട് ഞാൻ പരിചയപ്പെടണമെന്ന് ആഗ്രഹിച്ച ആളാണ്. അല്ലെങ്കിൽ ഞാൻ പലപ്പോഴും ഒരു പേര് കാണുമ്പോൾ ഇതിൻ്റെ പിന്നിൽ ആരായിരിക്കുമെന്ന് ചിന്തിച്ചിട്ടുണ്ട്. ശില്പി ആർക്കിടെക്ട്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കെല്ലാം സുപരിതമായിരിക്കും. കാരണം എറണാകുളത്തും കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും വളരെ പ്രധാനപ്പെട്ട ബിൽഡിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ കൺസ്ട്രക്ഷൻ നടക്കുമ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുന്നതാണ് ശില്പി ആർക്കിടെക്ട്സ് എന്ന്. അതിൻ്റെ ഉടമയും അതിൻ്റെ എല്ലാമായ ആർക്കിടെക്റ്റ് സെബാസ്റ്റ്യൻ ജോസാണ് ഇപ്പോൾ നമ്മളോടുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ 1000-ലധികം പ്രോജക്റ്റുകൾ ചെയ്തിട്ടുള്ള ആളാണ്. 24 വർഷമായിട്ട് ഈ രംഗത്തുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് എപ്പോഴും തോന്നുന്നൊരു കൺഫ്യൂഷൻ വെച്ചാൽ എങ്ങനെയാണ് ഇത് ഓരോന്നും വ്യത്യസ്തമായിട്ട് ഈ മനസ്സിൽ കൺസീവ് ചെയ്യുന്നത്, ഓരോരോ വില്ല പ്രോജക്റ്റും ഓരോരോ അപ്പാർട്ട്മെൻറ്റ്സും. കാരണം ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയല്ല. അതെങ്ങനെയാണ് ഒരു പുതിയ ട്രെൻഡിനനുസരിച്ച്? അത് ആർക്കിടെക്റ്റിനെ സംബന്ധിച്ച് ഇതൊരു കണ്ടിന്യൂസ് ലേണിംഗ് ആണ്. നമ്മളിന്നും കണ്ണ് തുറന്നു വെച്ചിരിക്കുന്ന ആളാണ്.
യാത്ര ചെയ്യും, നമ്മൾ പുതിയ കാര്യങ്ങൾ എക്സ്പോസ് ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെപ്പോഴും ഇതൊരു കണ്ടിന്യൂസ് സെർച്ചാണ്. നമ്മൾ തന്നെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും ഓരോ പുതിയ അനുഭവങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. അതിൽ നിന്ന് അപ്പം നമ്മളെപ്പോഴും ഒരു ബാഗേജുമായിട്ടിരിക്കില്ല. ഓൾവേസ് ഇംപ്രവൈസ്. എപ്പോഴും പുതിയ എന്തെങ്കിലും ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്. എന്നാലാണല്ലോ ഓരോ പ്രോജക്റ്റിനും നമുക്കൊരു പ്രത്യേകതകളുണ്ട്, ക്ലയന്റിന് പ്രത്യേകതകളുണ്ട്. അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പുതിയ ത്രെഡ് കിട്ടും, അതിനെ ഡെവലപ്പ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പ്രോജക്റ്റിൽ നിന്ന് മാറി നിന്നൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോഴത്തെ പുതിയ കാലത്ത് ജനങ്ങൾ എന്താണ് ആവശ്യപ്പെടുന്നത് ഒരു വില്ലയിൽ നിന്നും? തീർച്ചയായിട്ടും. അതായത് ഇങ്ങനെ ഒരു സിറ്റിയിലൊരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ വളരെ എക്സ്പെൻസീവാണ്. അപ്പം ഓരോ സ്ക്വയർ ഫീറ്റും കൗണ്ട് ചെയ്യും. അപ്പോൾ അത് നമുക്ക് പരമാവധി വാല്യൂ കൊടുക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. അതിൻ്റെ ഒപ്പം നമ്മൊരു ക്വാളിറ്റി ഓഫ് ലൈഫ് ഉണ്ടാവണം. അതായത് ലൈറ്റ്, നാച്ചുറൽ ലൈറ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. നാച്ചുറൽ ലൈറ്റ്, വെന്റിലേഷൻ ആൻഡ് ആക്സസ് ടു ഗ്രീൻ സ്പേസസ്. ഇത് 2-3 കാര്യങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതായത് നേച്ചറുമായിട്ടുള്ള കണക്ടിവിറ്റി എപ്പോഴും വീട്ടിനകത്ത് ഉണ്ടാവണം. ഈ 2-3 കാര്യങ്ങൾ ഇപ്പം ഞങ്ങൾ എന്ത് പ്രോജക്റ്റ് ചെയ്താലും ഞങ്ങൾ ഈ 2-3 കാര്യങ്ങൾ കോൺസ്റ്റൻ്റ് ആയിട്ട്, ചെറിയ പ്ലോട്ടാണെങ്കിൽ കൂടി നമുക്കത് ചെയ്യാൻ ഇതാണ്. പിന്നെ ഇതുപോലൊരു പ്ലോട്ടിൽ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്ലോട്ട്, അപ്പം പരമാവധി സ്ഥലം യൂട്ടിലൈസ് ചെയ്യണം. എന്നാൽ നമുക്ക് ഓപ്പൺ സ്പേസ് കളയാൻ പറ്റത്തില്ല. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് കൺസിഡർ ചെയ്യണം. പിന്നെ പ്രൈവസി, അതായത് ബിറ്റ്വീൻ വില്ലാസ് എങ്ങനെ നമ്മൾ പ്രൈവസി എൻഷുർ ചെയ്യുന്നു, അപ്പോൾ അതും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇവിടെ ഈ പ്ലോട്ടിന് തന്നെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല വ്യൂ ആണ്, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലത്താണ്, എന്നാൽ എക്സലന്റ് ലൊക്കേഷൻ. അപ്പോൾ ഇതിനോട് നമ്മൾ എത്രത്തോളം നീതി പുലർത്തുന്നു, അതാണ് നമ്മളെ ഇതിനെ ഡ്രൈവ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു പ്രോജക്റ്റ് നന്നായിട്ട് ചെയ്യാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം ഇത് തന്നെയാണ്. നമുക്ക് വി ഹാവ് ടു ലിവ് അപ് ടു ദ ഈ സൈറ്റിന്റെ പ്രതീക്ഷകൾക്കൊത്ത് നമ്മൾ വളരണം. അപ്പോൾ ആദ്യമായിട്ട് ഈ ഫൈൻഡ് ഹോംസിന്റെ ഈ ഒരു പ്രോജക്റ്റ് ഏൽപ്പിക്കുമ്പോൾ ഇവരെന്താണ് പറഞ്ഞത്, എന്തൊക്കെ വേണമെന്നാണ്? അവരെ സംബന്ധിച്ച് എനിക്ക് വളരെ നല്ല സുഖമായിരുന്നു അവരുമായിട്ട് വർക്ക് ചെയ്യാനായിട്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർ വളരെ വളരെ പ്രതീക്ഷയോടെ ആണ് നമ്മളെ അടുത്ത് അപ്രോച്ച് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഒത്തിരി കോൺഫിഡൻസ് നമുക്ക് ഫീൽ ചെയ്തു. സോ നമുക്ക് തന്നെ നന്നായിട്ടൊരു പ്രോജക്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സുഖം. അതായത് അവരുടെ കാര്യങ്ങൾ പറഞ്ഞു, അവർ സ്ഥലം യൂട്ടിലൈസ് ചെയ്യണം, അത് നമ്മളും സൈറ്റ് കണ്ടപ്പോഴേ തന്നെ മനസ്സിലാക്കി. ലൊക്കേഷനൊക്കെ വെച്ചിട്ട് ഒരു നല്ലൊരു പ്രോജക്റ്റ് ആയിരിക്കണം. അപ്പോൾ ആ ഒരു നല്ല ക്ലയൻറ്റും ആർക്കിടെക്റ്റും നന്നായിട്ട് ജെല്ല് ചെയ്യുമ്പം ഐ തിങ്ക് ദ ഔട്ട്കം ഓൾസോ വിൽ ബി ഗുഡ്. അതുപോലെ തന്നെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം വെച്ചാൽ നല്ല ഗ്ലാസ് ഏരിയ ആണ്. അപ്പോൾ ഇന്റീരിയർ വളരെ പ്രസന്നമായിരിക്കും എന്നുള്ള സംശയമില്ല. അതൊക്കെ ഒരു പുതിയൊരു ഡിസൈൻ രീതിയാണ് അല്ലേ? തീർച്ചയായിട്ടും. അതായത് ഈ ഒരു ഔട്ട്ഡോർ കണക്ടിവിറ്റി എപ്പോഴും ഞാൻ എൻ്റെ വീടുകളിൽ എന്ത് പ്രോജക്റ്റിലും ചെയ്യാറുണ്ട്. നമുക്ക് ആക്ച്വലി കേരളം പോലെ നമ്മൾ ഇത്ര ഭംഗിയുള്ള സ്ഥലത്ത് താമസിക്കുമ്പോൾ ഗ്രീനറിയും ഒക്കെ കാണാനായിട്ടുള്ള ഒരു സാധ്യത, പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു നേച്ചറുള്ള, അപ്പോൾ അതിനെ പരമാവധി എക്സ്പ്ലോർ ചെയ്യാൻ. എന്നാൽ പ്രൈവസി ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ബിറ്റ്വീൻ ഹൗസസ് ഉള്ള, അപ്പം നമ്മൾ വീടിൻ്റെ നമുക്ക് വ്യൂ ഉള്ള സ്ഥലത്തേക്ക് മേജർ വിൻഡോസ് കൊടുത്തിട്ടുള്ളത്. എന്നാൽ ചെറിയ വിൻഡോസാണ് മറ്റേ സൈഡുകളിലൊക്കെ കൊടുത്തിട്ടുള്ളത്, ക്രോസ് വെന്റിലേഷന് വേണ്ടിയിട്ടാണ്. അപ്പം ഇതിൻ്റെ ഒരു മിക്സാണ്. അപ്പം ഗ്ലാസ് കൊടുക്കാൻ സാധ്യതയുള്ളിടത്തൊക്കെ നമ്മൾ നന്നായിട്ട് ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ പിന്നെ ഭിത്തിയാക്കിയിട്ടില്ല. അതുപോലെ തന്നെ അവർ ഏറ്റവും നല്ല വിൻഡോ സിസ്റ്റംസ് തന്നെയാണ് അവർ വെച്ചിരിക്കുന്നത്. അപ്പം ഇത് നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാനായിട്ട്. അതുപോലെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ശില്പി ആർക്കിടെക്ട്സ് എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനത്തിൻ്റെ ഒരു ചരിത്രത്തിൽ പോലും 6 തൊട്ട് 8 വണ്ടികൾ വരെ ഒരു വില്ലയിൽ പാർക്ക് ചെയ്യാവുന്ന ഒരു സംവിധാനം ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നില്ല അല്ലേ? അത് നാച്ചുറലി വന്നതാണോ ഡിസൈനിൽ? അതായത് ഈ സ്ഥലത്തിന് നമുക്കൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഈ സ്ഥലം ആക്ച്വലി റോഡിൻ്റെ ഇന്ന് കുറച്ചുകൂടെ ഒരു ലോവർ ലെവലിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ എക്സ്പ്ലോർ ചെയ്യാം? നമ്മൾ മുഴുവൻ സ്ഥലവും മണ്ണിട്ട് ഫില്ല് ചെയ്യുന്നതിന് പകരം നമ്മൾ ആക്ച്വലി വി തോട്ട് ഓഫ് റേസിങ് ദ റോഡ് മാത്രം റേസ് ചെയ്തു. എന്നിട്ട് നമ്മളൊരു അഡീഷണൽ ലെവൽ കൺസ്ട്രക്ട് ചെയ്യാൻ തീരുമാനിച്ചു. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോൾ എല്ലാ വില്ലകളും ഇപ്പം വളരെ എക്സ്പെൻസീവ് വില്ല ആയിക്കോട്ടെ, 2 കാർ അല്ലെ 3 കാർ, ബാക്കി കാർ നമ്മൾ വഴിയിലിടണം. ഇത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് എക്സ്പെൻസീവ് ആയിട്ടുള്ള വില്ല മേടിക്കുന്ന ആൾക്കാർക്ക് ഒരിക്കലും അവരുടെ ആവശ്യത്തിനുള്ള നമ്പർ ഓഫ് കാർ പാർക്കിംഗ് മാത്രമല്ല, നമുക്ക് ഒത്തിരി അഡീഷണൽ റിക്വയർമെൻറ്റ്സ് വരും. നമുക്ക് അവിടെ ഒരു ചെറിയൊരു ഫംഗ്ഷൻ നടത്തണം, ഒരു ചെറിയ ഗെറ്റ് ടുഗദർ, അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും മരാമത്ത് പണികൾ വീടിനകത്ത് തന്നെ ചെയ്യണം. എവിടെ ചെയ്യും? നമുക്ക് ഇതിനൊന്നും സൗകര്യമില്ല. ഉടനെ നമ്മൾ റോഡിലേക്ക് ഇറക്കും. ഇതിന് പകരം നമ്മുടെ വീട്ടിൽ തന്നെ ഒരു അഡീഷണൽ സ്പേസ്, നമ്മുടെ അത് ആക്ച്വലി വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ഉണ്ട്. അവിടെയൊക്കെ വീടുകളിൽ ഒരു അഡീഷണൽ സെല്ലാർ സ്പേസ്. എന്നാൽ നമ്മളെ സംബന്ധിച്ച് നമ്മൾ സെല്ലാർ സ്പേസ് അല്ല, നമ്മൾ ആക്ച്വലി റോഡ് റേസ് ചെയ്യുന്ന വഴി നമ്മളൊരു റോഡ് ഇൻ ബിറ്റ്വീൻ ലെവലിൽ കൊണ്ടുവന്നിട്ട് കാർ പാർക്കിംഗ് ഒരു സ്ലൈറ്റ്ലി ലോവർ ലെവൽ ആൻഡ് മെയിൻ ലിവിങ് സ്പേസ് ഒരു അപ്പർ ലെവലിൽ. അതുവഴി നമ്മളൊരു എൻറ്റയർ സ്പേസ് ലിബറേറ്റ് ചെയ്തു. ആക്ച്വലി ഇത് നമ്മൾ ചില വീടുകളിലൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. ഐ തിങ്ക് ഒരു വില്ലയിൽ നമ്മളിത് ആദ്യമായിട്ട് ഇങ്ങനെ ട്രൈ ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഹാസ് ടേൺഡ് ഔട്ട് ടു ബി വെരി ഗുഡ് ഡിസിഷൻ. കാരണം നമ്മൾ കസ്റ്റമർക്ക് ഒരു ഭയങ്കര വാല്യൂ അഡീഷനാണ് കൊടുക്കുന്നത്. ഇത്രയും കാർ പാർക്കിംഗ് കിട്ടാനുള്ള സാധ്യത അവർക്ക് പല രീതിയിൽ ഉപയോഗിക്കാം.
ഇപ്പോൾ ഡോക്ടേഴ്സ് ആണെങ്കിൽ അവർക്കൊരു കൺസൾട്ടേഷൻ റൂം അഡീഷണലി ആഡ് ചെയ്യാം. ആൾക്കാർക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവിടെ ഒരു ഹോം തിയേറ്റർ വെക്കണമെങ്കിൽ ചെയ്യാം, ഒരു എൻ്റർടൈൻമെൻറ്റ് റൂം വെക്കണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ട് ഇട്ടിട്ട് കുട്ടികൾ കളിക്കാനുള്ള സ്ഥലമാക്കാം. അങ്ങനെ ഒത്തിരി അധികം സാധ്യതകളുണ്ട്. അപ്പം വീടിനെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പാൻഷനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതെ അതെ. തന്നെയല്ല ഈ പറഞ്ഞ പോലെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ വീടിൻ്റെ ഏരിയ അങ്ങ് കൂടി ശരിക്കും പറഞ്ഞതിൻ്റെ അത്ര അപ്പുറത്തേക്ക് പോയി അല്ലേ. അപ്പം ഇനി കസ്റ്റമർ ആംഗിളിൽ നിന്ന് ചോദിക്കട്ടെ, വൈ ഷുഡ് ഐ ബൈ എ വില്ല ഹിയർ? രണ്ട് മൂന്ന് കാര്യങ്ങൾ. ഒന്ന് എക്സലൻറ്റ് ലൊക്കേഷൻ, പിന്നെ വാല്യൂ ഫോർ മണി. ഒന്ന് ഇൻ ടേംസ് ഓഫ് ദി സ്പേഷ്യൽ, അതായത് സ്പേസസ് പ്രൊവൈഡ് ചെയ്യുന്നത്. കാർ പാർക്കിംഗ് സ്പേസ് ഡെഫിനറ്റ്ലി ഈസ് എ ബോണസ്. ആൻഡ് റൂഫ് ടോപ്പ് നമ്മൾ ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിലൊക്കെ ഇനിയും ആഡ് ചെയ്യാനുള്ള സാധ്യത നിലനിർത്തിക്കൊണ്ടാണ്. അതായത് റൂഫ് ടോപ്പിൽ നമുക്കൊരു റൂമൊക്കെ ആഡ് ചെയ്യാം, അതിനുള്ള സാധ്യതയുണ്ട്. പിന്നെ രണ്ടാമതൊരു കാര്യം, നമ്മൾ എവറിത്തിങ് ഈസ് ബിൽറ്റ് ഇൻ, ഇൻക്ലൂഡിങ് സോളാർ റൂഫ് ടോപ്പ് പാനൽസ്. അത് ബിൽറ്റ് ഇൻ ആണ് നമ്മുടെ എലിവേഷനിൽ. സോ അത് വന്നാലും സാധാരണ പലപ്പോഴും വന്ന് വെച്ചാൽ ഇതൊരു എക്സ്ട്രാ അഡീഷൻ ആയിട്ട് വന്നിട്ട് ഇത് വൃത്തികേടായിട്ട്, എന്നാൽ ഇത് എൻ്റെ എസ്തെറ്റിക്സിൻ്റെ ഭാഗമാണ്. അപ്പോൾ അങ്ങനെ ഒത്തിരി എക്സ്പാൻഷൻ പോസിബിലിറ്റീസ് നിലനിർത്തിക്കൊണ്ട് ചെയ്യുന്ന പ്രോജക്റ്റാണ്. അതുപോലെ തന്നെ ദർ ഇസ് എ ലോട്ട് ഓഫ് കസ്റ്റമൈസേഷൻ പോസിബിലിറ്റീസ് ഈ വീടിന്. ഇപ്പോൾ പല ആൾക്കാരും ചെറിയ തോതിൽ കസ്റ്റമൈസേഷൻ ചെയ്യുന്നുണ്ട്, അതിനുള്ള സാധ്യതയും ഇവിടെ നമ്മൾ നിർത്തുന്നത്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വീട് മേടിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് മോഡിഫൈ ചെയ്യാവുന്നൊരു പ്ലാറ്റ്ഫോമാണ്. അപ്പം ഇത് എനിക്കൊന്ന് ഒരു കസ്റ്റമറെ സംബന്ധിച്ച് വളരെയധികം പോസിബിലിറ്റീസാണ്. പിന്നെ ഈ ഒരു ലൊക്കേഷൻ, അമേസിങ് വ്യൂ, സിറ്റിയുടെ നടുവിൽ തന്നെ ലുലു മോളിനും എടപ്പള്ളിക്കും ഹൈവേയിലേക്ക് ഇത്രയും ഷോർട്ട് ഡിസ്റ്റൻസിൽ ഇത്രയും നല്ലൊരു വ്യൂ ഒക്കെ കിട്ടുന്ന ശാന്തമായിട്ടുള്ളൊരു സ്ഥലം. അപ്പോൾ ഇത് ഒരു ഭയങ്കര അൺബീറ്റബിൾ കോമ്പിനേഷൻ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ 1000-ലധികം പ്രോജക്റ്റുകൾ ചെയ്ത ആളാണ് പറഞ്ഞത്, നമ്മുടെ ധൈര്യമായിട്ട് വിശ്വസിക്കാം. ഈ പറഞ്ഞ നമ്മൾ വില്ല പ്രോജക്റ്റ്, ഞാനൊക്കെ പലപ്പോഴും വില്ല പ്രോജക്റ്റിൽ നിന്ന് വിട്ടു നിൽക്കുന്നത്, വാങ്ങിക്കാതൊക്കെ ഇരിക്കുന്നത് വെച്ചാൽ ഇത് ഒരു തരത്തിൽ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റില്ല, പിന്നെ പ്രൈവസി ഇല്ല, അത്തരം പ്രശ്നങ്ങളൊക്കെയാണ്. അതൊക്കെയാണ് ഇവിടെ പരിഹരിക്കപ്പെട്ടിരിക്കുന്നത്. ഈ പറഞ്ഞ 1.83 ഏക്കേഴ്സിൽ ആകെ 20 വില്ലകൾ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാവുന്ന ഇഷ്ടം പോലെ എക്സ്ട്രാ സ്പേസ് ഉള്ള വില്ലയാണ് ഇപ്പോൾ ഇവിടെ ഡിസൈൻ ചെയ്ത് പണി തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ വീണ്ടും നമ്മൾ പല പ്രോജക്റ്റുകളുമായിട്ട് കണ്ടുപിടും. തീർച്ചയായിട്ടും. താങ്ക് യു. അപ്പോൾ ഇനി നമ്മൾ പരിചയപ്പെടുന്നത് ഈ ഫൈൻ ഡേ ഹോംസിൻ്റെ നട്ടല് എന്ന് വിളിക്കാവുന്ന ആളിനെയാണ്. അതായത് ഈ ഒരു സ്ഥാപനത്തിൻ്റെ ഫൈൻ ഡേ ഹോംസിൻ്റെ ചെയർമാനായ അബ്ദുൽ ഖാദർ സാറിനെയാണ്. നമസ്കാരം സാർ. നമസ്കാരം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നിരവധി വർഷങ്ങൾ ഈ ഒരു രംഗത്ത്, അതായത് കെട്ടിട നിർമ്മാണ രംഗത്തൊക്കെ പ്രവൃത്തി പരിചയമുള്ള ആളാണ്, വില്ലകൾ നിർമ്മിച്ചിട്ടുള്ള ആളാണ്. പക്ഷേ ഈ ഒരു പേരിൽ ഫൈൻ ഡേ ഹോംസ് എന്ന പേരിൽ ഇപ്പോൾ ഒരു കമ്പനി രൂപീകരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ഇതുവരെ സംസാരിച്ച എല്ലാവരും ഒരു വെല്ലുവിളി പോലെ പറഞ്ഞു എറണാകുളത്ത് ഇതിലും മികച്ചൊരു വില്ല പ്രോജക്റ്റ് ഉണ്ടാകില്ല എന്ന്. അങ്ങനെ തന്നെയാണോ ചെയർമാനും വിശ്വസിക്കുന്നത്? എൻ്റെ ഒരു ആഗ്രഹമാണ് ഇത്രയും നല്ലൊരു പ്രോജക്റ്റ് എറണാകുളം ടൗണിൽ ചെയ്യണം എന്നുള്ളത്. ഈ പ്രോജക്റ്റിൽ വില്ല എടുക്കുന്നവർക്ക് ഒരിക്കലും റിഗ്രറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അത്രയ്ക്കും മനോഹരമായിട്ടാണ് ഞങ്ങൾ ഈ പ്രോജക്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ 3D കാണുന്ന പോലെ തന്നെ വരും പ്രോജക്റ്റ്, ഡെഫിനറ്റായിട്ട് വരും. ഇതൊരു നല്ലൊരു സംഭവമായി മാറും. അതെൻ്റെ ഒരു ആഗ്രഹമാണ്. ഇത് പ്രത്യേകിച്ച് ലാഭമൊന്നും നോക്കി ചെയ്യുന്ന പ്രോജക്റ്റ് അല്ല, നമ്മുടെ ഫസ്റ്റ് പ്രോജക്റ്റ് ആയതുകൊണ്ട് തന്നെ ഇത് നന്നായി ചെയ്യാൻ എൻ്റെ ഒരു ഏറ്റവും നല്ല ക്വാളിറ്റി സാധനം ചെയ്യണം എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിൽ യാതൊരു മാറ്റവും ഉണ്ടാവുകയില്ല. അപ്പോൾ അതും നമ്മളിതുവരെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഇത്രയും സ്ഥലം കൈ കിട്ടി കഴിയുമ്പോൾ നമ്മളൊക്കെ ആണെങ്കിൽ ആഗ്രഹിക്കുന്നത് 2-3 വലിയ ടവറുള്ള അപ്പാർട്ട്മെൻറ്റ്സ് പണിയുക, കൂടുതൽ ലാഭം നേടുക എന്നുള്ളത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വില്ല പ്രോജക്റ്റ് മതിയും തീരുമാനിച്ചത്? അതായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറേ നാൾ മുമ്പ് എടുത്തിട്ട സ്ഥലമാണ്. അപ്പോൾ ഇവിടെ സാധാരണ ഫ്ലാറ്റ് അടിക്കേണ്ടതാണ്, വില്ലേജ് എനിക്ക് വർക്കൗട്ട് ആവില്ല. അതെ, എന്നാലും ഞാനിത് ചെയ്യാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഇവിടുത്തെ ഒരു വില വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒട്ടും അല്ല, ഇപ്പോഴാണ് വാങ്ങിക്കുന്നതെങ്കിൽ ഈ വിലയ്ക്ക് ഒന്നും കൊടുക്കാൻ പറ്റില്ല. 25 ലക്ഷം രൂപ സെന്റിന് സ്ഥലമുണ്ട് ഇവിടെ. അങ്ങനെയുള്ള സ്ഥലത്താണ് ഏകദേശം 2 ഏക്കർ സ്ഥലം കയ്യിലുള്ളത്. നേരത്തെ വാങ്ങിച്ചു വെച്ചോണ്ടാണ് നമുക്ക്, അല്ലേ? അതുകൊണ്ടാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ വില്ല ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇതുപോലൊരു വില്ല എറണാകുളത്ത് ഉണ്ടാകില്ല എന്ന് പറയണമെങ്കിൽ എന്താണ് അതിൻ്റെ ഒരു 2-3 വാചകത്തിൽ എന്തുകൊണ്ടാണെന്ന് പറയാം? അത്രക്കും നല്ല സൂപ്പർ ക്വാളിറ്റി സാധനങ്ങളാണ് ഞാൻ ഇതിലേക്ക് ഇടുന്നത്. അത് ലാഭം നോക്കി ചെയ്യുന്നതല്ല. ഇതൊരു മനോഹരമാണ്. എനിക്ക് ഈ പ്രോജക്റ്റ് ഭയങ്കര എൻ്റെ ഒരു പ്രസ്റ്റീജിയസ് പ്രോജക്റ്റ് ആണല്ലേ, അതിനുവേണ്ടി ചെയ്യുന്നത്. ശരി. അപ്പോൾ ഇതിന് ശേഷം ഫൈൻ ഡേ ഹോംസിൻ്റെ ഭാവി പരിപാടികൾ എന്തൊക്കെയാണ്? ഫ്യൂച്ചറുകൾ പോലെ പ്രോജക്റ്റുകളും നോക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ശേഷം അതിനുശേഷം അതല്ല ഈ വില്ല പ്രോജക്ട്സ് ആയിരിക്കും അതോ അപ്പാർട്ട്മെൻറ്റ്സും കാണുമോ? അപ്പോൾ തൽക്കാലം വില്ലയാണ് ഞങ്ങൾ ശ്രദ്ധിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതെല്ലാം പ്രീമിയം വില്ലകളായിരിക്കും. പ്രീമിയം വില്ലകളായിരിക്കും, എല്ലാം പ്രീമിയം.
അപ്പോൾ ഇത്തരത്തിലുള്ള ഈ നേച്ചറുമായിട്ട് വളരെ ചേർന്ന് നിൽക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഈ ഒരു വില്ല വരുന്നത്. അതുപോലെ തന്നെ അത്തരം എനിക്ക് നേച്ചറിനോട് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഇത് ഞാൻ നന്നായിട്ട് ലാൻഡ്സ്കേപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത് ചെയ്യും. അപ്പോൾ ഇവിടെ ഇപ്പോൾ നിങ്ങളിത് വന്ന് കാണാൻ വേണ്ടി ഇവിടെ വരാമല്ലോ ആർക്കും അല്ലേ? നമ്മളിപ്പോൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഞാൻ നമ്പറൊക്കെ കൊടുക്കാം. എന്നിട്ട് നിങ്ങൾ വിളിച്ചിട്ട് വന്ന് സൈറ്റ് ആദ്യം കാണുക. സൈറ്റ് കാണുമ്പോൾ തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും ഇതിൽ എന്താണ് അനുരക്തരാകും എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയാണ്. പിന്നെ ഇവിടെ ഒരു പ്രോജക്റ്റ് ഓഫീസുണ്ട്. ഇവിടെ എപ്പോഴും ആൾക്കാരുണ്ട് അല്ലേ? ഇതിൻ്റെ ഈ 3D വീഡിയോ പോലുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് കാണിച്ചു തരാനും പ്രോജക്റ്റിൻ്റെ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരാനൊക്കെ ഇവിടെ ആളുകളുണ്ടാവും. അപ്പോൾ വന്ന് കണ്ട് തന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഇതിൻ്റെ പ്രോക്സിമിറ്റി ആയാലും റോഡിൽ നിന്നുള്ള ദൂരമായാലും ഈ പുഴയുടെ സാന്നിധ്യമായാലും അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ ഇത്രയും വലിയ സ്ഥലത്ത് ആകെ 20 പ്രോജക്റ്റേ ഉള്ളൂ. അത്ര എല്ലാ കാര്യങ്ങളും കണ്ട് തന്നെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ വന്നെത്താനും എളുപ്പമാണ്. ഈ സൈമർ എന്ന് പറയുന്ന ഹോസ്പിറ്റലിൻ്റെ മുന്നിൽ തന്നെയാണ്. 150 മീറ്ററേ ഉള്ളൂ. അപ്പോൾ ഞാനീ പറഞ്ഞ പോലെ ഞാൻ ഇത്രയും കാര്യങ്ങൾ കണ്ട് എനിക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങളാണ് നിങ്ങളോട് പറഞ്ഞത്. എങ്കിൽ പോലും സ്വയം ബോധ്യപ്പെടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഫൈൻ ഡേ ഹോംസിന് എല്ലാ ആശംസകളും നേരുന്നു. അപ്പോൾ മുന്നോട്ടും ഇതുപോലുള്ള പ്രോജക്റ്റുകളായിട്ട് വരിക. ഈ പറഞ്ഞ പോലെ ഈ 2 ഏക്കർ സ്ഥലം കിട്ടിയാൽ 550 വില്ല പണിയാതെ ഇത്രയും നേച്ചറുമായിട്ട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ പ്രൈവസി എന്ന് പറയുന്ന ഒരു വലിയൊരു കൺസിഡറേഷൻ ഉണ്ട്. അത് കൊടുത്തുകൊണ്ട് തന്നെ വില്ലകൾ പണിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഫൈൻ ഡേ ഹോംസിന് എല്ലാവിധ ആശംസകളും താങ്ക് യു. അപ്പോൾ എല്ലാവരും ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചിട്ട് സൈറ്റ് വിസിറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് പറ്റുന്ന കാര്യമാണെങ്കിൽ മുന്നോട്ട് പോവുക. അല്ലെങ്കിൽ ഫൈൻ ഡേ ഹോംസിൻ്റെ പുതിയ പ്രോജക്റ്റുകൾ വരുമ്പോൾ അതിലേക്കും തീർച്ചയായിട്ടും നിങ്ങൾക്ക് പരിഗണിക്കാം. അപ്പോൾ വീഡിയോ കൊണ്ട് എല്ലാവർക്കും നന്ദി. ബൈ. അപ്പോൾ നന്ദി പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വിട്ടുപോയി. അതായത് കമൻറ്റ് ഓഫ് ദ വീക്കിനെ കുറിച്ചാണത്. അതായത് നമ്മുടെ വീഡിയോ കണ്ട് കമൻറ്റ് ചെയ്യുന്നവർക്ക് ആഴ്ചയിലൊരിക്കൽ 2000 രൂപയുടെ ആമസോൺ ഗിഫ്റ്റ് വൗച്ചർ സമ്മാനമായിട്ട് നൽകുന്നുണ്ട്. റോഷോ ഡീറ്റെയിലിംഗ് സെൻ്ററാണ് നമ്മോടൊപ്പം ചേർന്ന് ഈ ഒരു സമ്മാനം നൽകുന്നത്. റോഷോയെ പറ്റി നിങ്ങൾക്ക് അറിയാമായിരിക്കും. റോഷോ എറണാകുളത്തെ വളരെ പ്രശസ്തമായ ഒരു ഡീറ്റെയിലിംഗ് സെൻ്ററാണ്. റോഷോയിൽ നിങ്ങൾക്ക് പലതരത്തിലുള്ള ഡീറ്റെയിലിംഗ് കാര്യങ്ങൾ നിങ്ങളുടെ വാഹനങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇവിടെ റാപ്പിംഗ് ഉണ്ട്, അതുപോലെ തന്നെ PPF ഉണ്ട്, പിന്നെ നാനോ ഡയമണ്ട് കോട്ടിംഗ് ഉണ്ട്, ഗ്രഫീൻ കോട്ടിംഗ് ഉണ്ട്, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. എൻ്റെ BMW അവിടെയാണ് റാപ്പ് ചെയ്തത്. അന്ന് തൊട്ട് എനിക്ക് ആ ഒരു സ്ഥാപനമായിട്ട് ബന്ധമുണ്ട്. അപ്പോൾ ഏറ്റവും മികച്ച ഡീറ്റെയിലിംഗ് സർവീസുകൾ ചെയ്യുന്ന റോഷോയാണ് നമ്മോടൊപ്പം ചേർന്ന് 2000 രൂപയുടെ ഈ ഒരു ഗിഫ്റ്റ് വൗച്ചർ നിങ്ങൾക്ക് സമ്മാനിക്കുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ. എല്ലാ വീഡിയോകളും കാണുക, കമൻറ്റുകൾ ചെയ്യുക. കമൻറ്റുകൾ രസകരമാകാം, വിമർശനാത്മകമാകാം, ഏത് തരത്തിലുള്ള കമൻറ്റാകാം. അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരു കമൻറ്റിന് 2000 രൂപയുടെ ഈ ഒരു ഗിഫ്റ്റ് വൗച്ചർ നൽകുന്നതാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനമായി വീണ്ടും അവസാനിപ്പിക്കുന്നു. വീഡിയോ കൊണ്ട് എല്ലാവർക്കും നന്ദി. ബൈ.